എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. VFF 40 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ കൂടുതൽ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. ചേറ്റൂർ ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തെയും രാഷ്ട്രീയ നിലപാടുകളെയും വിമർശിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ്. ഇത് 1922 കേട്ടോ പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. അപ്പോൾ ഏതൊക്കെയാണ് വർഷം വരുന്നത് നമുക്ക് നോക്കാം. കുളച്ചൽ യുദ്ധം എന്നാണ്? 1741. ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം സന്ധി 1792. ദെൻ കുണ്ടറ വിളംബരം 1809. ഏതാദ്യം വരുന്നത്? 1721 ആറ്റിങ്ങൽ കലാപമാണ് വരുന്നത് അല്ലേ? അപ്പോൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം അല്ലേ? കുളച്ചൽ യുദ്ധം എന്താണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത് 3ാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി ഒപ്പുവെച്ച സന്ധിയാണ് ഇത്, ശ്രീരംഗപട്ടണം സന്ധി. കുണ്ടറ വിളംബരം അത് തിരുവിതാംകൂർ ദിവാനായ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. അത് ചേരുംപടി ചേർക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ 1ാം ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി. റൈറ്റ് സൈഡിൽ കരിങ്കുപ്പായക്കാർ, ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം, തവിട്ടുകുപ്പായക്കാർ, അച്ചുതണ്ട് ശക്തികൾ, സഖ്യശക്തികൾ. എങ്ങനെയൊക്കെയാണ് ചേരുന്നത്? 1ാം ലോകമഹായുദ്ധം അതിൽ ഏതാ വരിക? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അല്ലേ? 2ാം ലോകമഹായുദ്ധം അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. ഹിറ്റ്ലറോ? ഹിറ്റ്ലറിൻ്റെ തവിട്ടുകുപ്പായക്കാരാണ് വരുന്നത്. ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാരാണ് വരുന്നത് അല്ലേ? അതെ. അപ്പം 1ാം ലോകമഹായുദ്ധം ശ്രദ്ധിച്ചിരിക്കട്ടെ, ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലേ? അതെ. 1ാം ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെ അല്ലേ? യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലുണ്ടായ ഒരു സാമ്രാജ്യത്വ മത്സരമാണ് ഈ 1ാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചത്. അവിടെ പ്രധാനമായും 2 വലിയ കൂട്ടായ്മകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും അഥവാ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റി അല്ലേ? ട്രിപ്പിൾ അലയൻസ് അല്ലെങ്കിൽ ത്രികക്ഷി സഖ്യം എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ദെൻ ഇറ്റലി എന്നിവർ ചേർന്നതായിരുന്നു ഇത് ത്രികക്ഷി സഖ്യം. എന്നാൽ യുദ്ധം തുടങ്ങിയപ്പോൾ ഇറ്റലി ഈ സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നെ ത്രികക്ഷി സൗഹാർദ്ദം അഥവാ ട്രിപ്പിൾ എൻറ്റിറ്റി അവിടെ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ അല്ലേ? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നിവരുടെ സഖ്യമായിരുന്നു. അതിൽ പിന്നീട് ആര് ചേർന്നു? അമേരിക്കയും ചേർന്ന് അങ്ങനെ ഈ സഖ്യമാണ് യുദ്ധത്തിൽ വിജയിക്കുകയുണ്ടായി. ഇനി 2ാം ലോകമഹായുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1939 ടു 1945 വരെ അല്ലേ? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഒരു ലോകശക്തികളെ 2 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു. അവിടെ വരുന്നതാണ് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളും. അച്ചുതണ്ട് ശക്തികളിൽ ഏതൊക്കെയാണ്? നമ്മുടെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, ഫാസിസ്റ്റ് നാസിസ്റ്റ് ഭരണകൂടങ്ങളുടെയൊക്കെ അല്ലേ? അവരായിരുന്നു അതിൽ പ്രധാനികൾ. സഖ്യശക്തികൾ അലൈഡ് പവേഴ്സിൽ ജർമ്മനിയുടെ അധിനിവേശത്തിനെതിരെ ഏതൊക്കെയാണ്? ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അവരാണ് 2ാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചത്. ഇനി പിന്നെ നമ്മൾ ഹിറ്റ്ലറിൻ്റെ കാര്യം അല്ലേ? ഹിറ്റ്ലറിൻ്റെ ഏതാണ്? തവിട്ടുകുപ്പായക്കാർ, ബ്രൗൺ ഷർട്ട്സ് ആണ് പറയുന്നത് അല്ലേ? ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ ഒരു സ്വേച്ഛാധിപതി ആയിരുന്നു ആര്? ഹിറ്റ്ലർ എന്ന് പറയുന്നത്. നാസി പാർട്ടിയുടെ കീഴിലുണ്ടായ ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് ഈ തവിട്ട് നിറത്തിലുള്ള യൂണിഫോം ധരിച്ചതിനാലാണ് അവരെ തവിട്ടുകുപ്പായക്കാർ എന്ന് വിളിക്കുന്നത് കേട്ടോ.
പിന്നെ ബെനിറ്റോ മുസോളിനി അതേതാണ്? ബ്ലാക്ക് ഷർട്ടാണ്, കരിങ്കുപ്പായക്കാരാണ്. ഇറ്റലിയിൽ ഫാസിസം നടപ്പിലാക്കിയ സ്വേച്ഛാധിപതി ആരായിരുന്നു? ബെനിറ്റോ മുസോളിനിയാണ്. ഹിറ്റ്ലറുടെ അടുത്ത സുഹൃത്തുമായിരുന്നു അല്ലേ? ഇതിൽ വരുന്നത് ഏതാണ്? മുസോളിനിയുടേതാണ് ബ്ലാക്ക് ഷർട്ട് കേട്ടോ, ബ്ലാക്ക് ഷർട്ട്. അർദ്ധ സൈനിക സംഘമായിരുന്നു ബ്ലാക്ക് ഷർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതും ചേരുംപടി ചേർക്കുകയാണ്. ഓക്കെ, മിറാത്തുൽ അക്ബർ, കേസരി മറാത്ത, കോമൺവെൽത്ത്, യങ് ഇന്ത്യ. ഇത് പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയവരുമാണ് തന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ബാലഗംഗാധര തിലക്, ദെൻ മിസ്സിസ് ആനി ബസന്റ്, മഹാത്മാഗാന്ധി, രാജാറാം മോഹൻ റോയ്. എങ്ങനെ വരും? മിറാത്തുൽ അക്ബർ ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. കേസരി മറാത്ത എന്നത് ബാലഗംഗാധര തിലകിൻ്റെ. കോമൺവെൽത്ത് ആനി ബസന്റിൻ്റെ. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടേത്. ആണല്ലോ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ചേരുംപടി ചേർക്കുക. നോക്കി, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദ്ദാർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക്. റൈറ്റ് സൈഡിൽ റാഷ് ബിഹാരി ബോസ്, ഭഗത് സിംഗ്, ലാലാ ഹർദയാൽ, സുഭാഷ് ചന്ദ്രബോസ്. ഏതൊക്കെയാണ് വരുന്നത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആരായിട്ടാണത്? ഭഗത് സിംഗ് ആയിട്ടല്ലേ. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ഘോഷും, ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസുമാണ് വരുന്നത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PYQ എടുത്തിരിക്കുന്നതെല്ലാം VFAയുടെ അതേ സെയിം സിലബസിലുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ശ്രദ്ധിക്കണം, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? തുടർച്ചയായി അല്ലേ, തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മലാ സീതാരാമനാണ് അല്ലേ. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്പർ അവതരിപ്പിച്ചത് ആരാണ്? അത് മൊറാർജി ദേശായിയാണ് കേട്ടോ. തുടർച്ചയായി എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ നിർമ്മല സീതാരാമനാണ്. അടുത്ത ചോദ്യം, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ഏതാണ്? അത് മാംഗോ ഷവറാണ് അല്ലേ. മാംഗോ ഷവർ. എട്ടാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ, ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കി, നദികളുടെ ഉത്ഭവ പ്രദേശം, മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു, ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാക്കുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ബന്ധമില്ലാത്തതാണ്. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുമ്പോൾ ഏതാണ്? ഹിമാലയം. ഓക്കെ, ഉത്തരപർവ്വത മേഖല അതായത് രാജ്യത്തിൻ്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിലും ജനങ്ങളുടെ ജീവിത രീതിയെ രൂപപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ മഴ പെയ്യിക്കുന്നു. പിന്നെയോ മധ്യേഷ്യയിൽ നിന്നുള്ള അതിശൈത്യമുള്ള കാറ്റുകളെ തടഞ്ഞ് രാജ്യത്തെ കടുത്ത തണുപ്പിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്നു. കൂടാതെ വടക്കേ ഇന്ത്യൻ നദികളുടെ പ്രധാന ഉത്ഭവസ്ഥാനവും ഏതാണ്? ഇതാണ്. അപ്പോൾ ബാക്കി മൂന്നും ശരിയാണ്. തെറ്റായത് ഏതാണ്? ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്ന് പറഞ്ഞതാണ് അവിടെ തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുവിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓക്കെ, എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ കാര്യമാണ് കേട്ടോ. നമുക്ക് പ്രസ്താവന വായിച്ചു നോക്കാം. എന്തൊക്കെയാണ്? ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി, പ്രദേശം, മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. എക്കൽ വിശറികളാൽ സമ്പന്നമാണ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അതായത്
ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയുടെ പ്രധാന ഒരു മിനറൽ റിച്ച് റീജിയൻ ആണെന്ന് നമുക്ക് പറയാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ധാതുക്കൾ, ഇപ്പോൾ നമ്മുടെ ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ് എന്നിവയൊക്കെ അവിടെയാണുള്ളത്. അപ്പം ഒന്നാമത്തെ ശരിയാണ്. കാരണം എന്താണ്? ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണെന്ന് പറയുന്നത്. അത് ശരിയാണല്ലേ? ജാർഖണ്ഡ്, ഒഡീഷ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധാതു സമ്പന്ന പ്രദേശങ്ങളിൽ വരുന്നത്. ഇനി നമ്മുടെ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് എക്കൽ വിഷറികൾ, അലൂവിയൽ ഫാൻസ് ധാതു സമ്പത്താണ് എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ? എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ശരിക്കും എന്താണുള്ളത്? മിനറൽസ് ആണുള്ളത്. നോർത്തേൺ പ്ലെയിൻസിലാണ് ഏറ്റവും കൂടുതൽ എക്കൽ വിഷറികൾ അല്ലെങ്കിൽ അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ഉള്ളത്. അപ്പോൾ അലൂവിയൽ ഡിപ്പോസിറ്റ്സ് പ്രധാനമായും നദികൾ കൊണ്ടുവന്ന മണൽ, ചെളി, ചരൽ തുടങ്ങിയ നിക്ഷേപങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെവിടെയാണ്? നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റു അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് അതിന് റിലേറ്റ് ചെയ്തതല്ല. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളെ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് കുറേയും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതിൽ ബാക്കി കുറേ ചോദ്യങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 40 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് തരുന്നതും SCERT MCQ തരുന്നതും നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. താങ്ക്